അനുമോദന ചടങ്ങിൽ കുട്ടികളെ അപമാനിച്ച് മുൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കെ.ടി. ജലീൽ. മണ്ണാർക്കാട് നഗരസഭയുടെ 3 വാർഡുകളുടെ വിജയോത്സവം ഉദ്ഘാടനം ചെയ്യുന്നതിനിടെയാണ് ഈ സംഭവം ഉണ്ടായത്. കുട്ടികളോട് അക്ഷരം അറിയില്ലേ എന്ന് ചോദിച്ച കെ.ടി. ജലീൽ മേൽവിലാസം തെറ്റിച്ചെഴുതിയ കുട്ടിയെ സ്റ്റേജിലേക്ക് വിളിച്ചു വരുത്തി ചെവിയിൽ നുള്ളുന്നതും ദൃശ്യങ്ങളിൽ കാണാം. ആദ്യം അതിലേക്ക്. പുസ്തകത്തിന്റെ സഫീന വേണ്ട, സഫീന മതി. അഡ്രസ് എഴുതാൻ പറ്റില്ല, ഉറപ്പാണോ? ഇതിലൊന്ന് എഴുത്. രവികുമാർ എന്നല്ലട, രവി കുലാർ എന്ന് എഴുതിയിരിക്കുന്നത് എന്താ? ഹിന്ദിയിൽ A+ കിട്ടിയിട്ടുള്ള കുട്ടികൾ ഒന്ന് സ്റ്റാൻഡപ്പ്. മൈക്ക് കൊടുക്കുന്ന ഒരു മൈക്കില്ലടോ. അല്ല, അതിനൊരു അർത്ഥമുണ്ട്. സം സം എന്ന് പറഞ്ഞാൽ അല്ല സം സം എന്ന് പറഞ്ഞാൽ എന്താണ്? നിക്കട്ടെ നിക്കട്ടെ എന്നാണ്. ഗൂഗിളാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകാൻ ചേരുന്നത്. ഗൂഗിൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പദം വഹിച്ച വ്യക്തിയാണ്. ഈ ഇത്തരം വേദികളിലൊക്കെ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പക്വതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇവിടെ ഒരു പരസ്യ വിചാരണ പോലെ കുഞ്ഞുങ്ങളുടെ മനസ്സിനുണ്ടാകുന്ന ആഘാതം ഇതൊക്കെ മനസ്സിലാകാതെ പോയി ജലീലിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. എന്താണ് പറ്റിയത്? എവിടെ വെച്ചായിരുന്നു ഈ വേദി? എവിടെയായിരുന്നു ഇത്? പ്രതീഷ്, മണ്ണാർക്കാട് നഗരസഭ സംഘടിപ്പിച്ച മണ്ണാർക്കാട് നഗരസഭയിലെ 19, 20, 22 വാർഡുകളിലെ വിജയോത്സവം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കെ.ടി. ജലീൽ. അതിനിടയിലാണ് ഈ സംഭവം ഉണ്ടായത്. സ്വാഭാവികമായും കുട്ടികൾക്ക് തെറ്റ് പറ്റിയാൽ പറഞ്ഞു കൊടുക്കുന്നതിലൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ അത് പരസ്യമായി വേണോ എന്നുള്ളതാണ് ചോദ്യം. സ്വാഭാവികമായി ഇങ്ങനെ ഒരു അനുമോദന ചടങ്ങിൽ ആ കുട്ടികളെ സ്റ്റേജിലേക്കൊക്കെ വിളിച്ചു വരുത്തി ഇങ്ങനെ അപമാനിക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനമായ വിഷയം. അതിൽ ഒരു കുട്ടിയുടെ ചെവിയിൽ നുള്ളുന്നതും ഈ ദൃശ്യങ്ങളിൽ കാണാം. മണ്ണാർക്കാട് നടന്ന അനുമോദന ചടങ്ങിലാണ് കെ.ടി. ജലീൽ കുട്ടികളെ അപമാനിച്ചത്. ഏതായാലും ഇത് ഒരു തരത്തിലും ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ല. കുട്ടികൾക്ക് സ്വാഭാവികമായി തെറ്റ് വരുമ്പോൾ എത്ര വലിയ ആളാണെങ്കിലും ഒരുപക്ഷെ അക്ഷരത്തെറ്റൊക്കെ തന്നെ ഉണ്ടാകാം. അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാം, അതൊക്കെ പറഞ്ഞു കൊടുക്കുന്നതും നല്ലതാണ്. പക്ഷെ അത് അപമാനിക്കുന്ന രീതിയിലാകരുത്. ഇത് ഈ മുൻ മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഈ പ്രവൃത്തി അപമാനിക്കുന്നതിന് സമമായി എന്നുള്ളതാണ് ഇതിൽ കാണുന്ന ഒരു പ്രധാന വിഷയം. ശരി ഗോകുൽ, എന്തായാലും മന്ത്രി ടെലിഫോണിൽ വിളിച്ചു. അദ്ദേഹം ഫോൺ എടുക്കുന്നില്ല. എന്തായാലും വല്ലാത്തൊരു ചെയ്തിയായി പോയി. കാരണം വകതിരിവ് പറഞ്ഞു കൊടുക്കേണ്ട ആളല്ല കെ.ടി. ജലീൽ. അപ്പോൾ ഇത്തരം വേദികളിലൊക്കെ പക്വമായി കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ്. അത് വലിയ മഹാ അപരാധമൊന്നും അല്ല സംഭവിച്ചത്. ഒരു അക്ഷരത്തെറ്റ് സംഭവിച്ചു, അത് തിരുത്തി കൊടുക്കണം. അല്ലാതെ പരസ്യമായിട്ട് വിളിച്ച് ഒരു വേദിയിലേക്ക് കയറ്റി അങ്ങനെ ചെവിയിലൊക്കെ പിടിക്കുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാകുന്ന ആഘാതം അത് സ്വാഭാവികമായും എല്ലാവരും ചിന്തിക്കേണ്ടതാണ്. പാത്തുമ്മയുടെ ആട് എന്ന് പറയുന്ന പുസ്തകത്തിന്റെ സഫീന വേണ്ട, സഫീന മതി. അഡ്രസ് എഴുതാൻ പറ്റില്ല, ഉറപ്പാണോ? ഇതിലൊന്ന് എഴുത്. രവികുമാർ എന്നല്ലട, രവി കുലാർ എന്ന് എഴുതിയിരിക്കുന്നത് എന്താ? ഹിന്ദിയിൽ A+ കിട്ടിയിട്ടുള്ള കുട്ടികൾ ഒന്ന് സ്റ്റാൻഡപ്പ്. മൈക്ക് കൊടുക്കുന്ന ഒരു മൈക്കില്ലടോ. അല്ല, അതിനൊരു അർത്ഥമുണ്ട്. സം സം എന്ന് പറഞ്ഞാൽ അല്ല സം സം എന്ന് പറഞ്ഞാൽ എന്താണ്? നിക്കട്ടെ നിക്കട്ടെ എന്നാണ്. സ്റ്റോപ്പ്. അഡ്രസ് എഴുതാൻ പറ്റില്ല, ഉറപ്പാണോ? ഇതിലൊന്ന് എഴുത്. രവികുമാർ എന്നല്ലട, രവി കുലാർ എന്ന് എഴുതിയിരിക്കുന്നത് എന്താ? അങ്ങനെ പലകുറി തെറ്റിച്ച് ശരിയിലേക്ക് എത്തിയവരാണ് വലിയ സ്ഥാനങ്ങളിലൊക്കെ എത്തപ്പെട്ട ആളുകൾ. അപ്പോൾ ഇതിലെ 2 വശമുണ്ട്. സ്വാഭാവികമായും മറ്റൊന്നും ചിന്തിക്കാതെ അല്ലെ മനഃപൂർവ്വം ചെയ്തായിരിക്കണമെന്നില്ല കെ.ടി. ജലീൽ. പക്ഷേ ഒരു സംഭവം, പക്ഷേ അത് കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന ഒരു മാനസികമായിട്ടൊരു പബ്ലിക്കിൻ്റെ ഇടയിലുണ്ടാകുന്ന ഒരു ആഘാതം ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം.